അപ്പോൾ ഞാൻ എളുപ്പത്തിൽ തക്കാളിക്കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. തക്കാളി അരിഞ്ഞു വെച്ച തക്കാളി ഒരു 4 തക്കാളി അരിഞ്ഞു വെച്ചത് 4 തക്കാളി അരിഞ്ഞു വെച്ചത് അത് അടുപ്പത്തിടുക. പിന്നെ ഒരു സവാള, പിന്നെ കുറച്ച് പച്ചമുളക്. ഇത് ഇപ്പോൾ എരിവ് കൂടുതലായിട്ട് കുറച്ചേ ഇട്ടുള്ളൂ. എരിവ് കുറഞ്ഞ സമയത്ത് മൂപ്പ് കുറഞ്ഞ മുളകാണെങ്കിൽ കുറച്ചുകൂടെ അരിഞ്ഞിടാം. പിന്നെ അതിന് വേണ്ട കരിവേപ്പില, ഇത്ര സാധനങ്ങൾ ചേർത്ത് അതിന് വേണ്ട ഉപ്പ് പാകത്തിന് വേണ്ട വെള്ളം ചേർത്ത് ഞാനിത് അടുപ്പത്ത് വെച്ച് വയ്ക്കട്ടെ. ഇത് ഞാൻ അടുപ്പത്ത് വയ്ക്കാൻ നേരത്ത് ഇത് ഒരു വിസിലെടുക്കണം. എന്നിട്ട് അടുപ്പത്ത് വയ്ക്കാൻ നേരത്ത് ഞാനൊരു കഥ ഓർക്കുകയാണേ. 100 രൂപ എടുത്ത് അയാൾ കടയിൽ പാത്രം മേടിക്കാൻ പോയി. അപ്പോൾ അയാൾ 100 രൂപയ്ക്ക് 100 പാത്രങ്ങൾ അയാൾക്ക് കിട്ടി. അയാൾ 100 രൂപയും 100 പാത്രവും അയാൾക്ക് കിട്ടി. അപ്പം അയാൾ മേടിച്ച പാത്രങ്ങളൊക്കെ ഒരു ഉരുളിക്ക് 5 രൂപ, ഒരു കിണ്ടി 3 രൂപ, കിണ്ണൻ 2 രൂപ. അയാൾ 2 രൂപയ്ക്ക് കിണ്ണൻ മേടിച്ചു. അപ്പോൾ അത്രയും പാത്രങ്ങൾ മേടിച്ചു കഴിഞ്ഞ് അയാൾ വീട്ടിൽ വന്ന് കണക്ക് കൂട്ടി വെക്കും. അയാൾക്ക് 100 പാത്രങ്ങളും ഉണ്ട്, 100 രൂപയും ആയുള്ളൂ. അപ്പം ഒരു കിണ്ണൻ എത്ര വാങ്ങി, കിണ്ടി എത്ര വാങ്ങി, ഉരുളി എത്ര വാങ്ങിയെന്ന് നിങ്ങൾ കണക്ക് കൂട്ടി പറഞ്ഞു തരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ കറി അടുപ്പത്തേക്കിട്ടെ, ബാക്കി പിന്നെ പറയാം. ഇനി വേട്ടെ, ഒരു വിസിലടിക്കുമ്പോൾ ഇത് വാങ്ങിയിട്ട് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കറിയാക്കി എണ്ണ മൂപ്പിച്ച് നമുക്ക് ചോറിന് കൂട്ടാം. അപ്പം നമ്മുടെ തക്കാളി വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് സാധനങ്ങൾ പൊടികളൊക്കെ ചേർക്കണം. മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി മതി. ഒരു സ്പൂൺ, ചെറിയ സ്പൂൺ, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മുളക് കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അധികം വേണ്ട. ഇത് ജീരകപ്പൊടി. ഇത്രയും 4 കൂട്ടം പൊടികൾ ചേർത്തിട്ട് തേങ്ങ അരച്ചത് ഇത് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. എത്ര കിണ്ണൻ, എത്ര കിണ്ടി, എത്ര ഉരുളി കണക്ക് കൂട്ടി എല്ലാവരും പറയാം. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ മൂപ്പിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ തക്കാളി എല്ലാ അരപ്പുകളും ചേർന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തൈര് ചേർക്കണം. തൈര് കൂടിയെന്ന് നോക്കട്ടെ. നമുക്കത് വാങ്ങി വയ്ക്കാം. എന്നിട്ടിതിന് എണ്ണ മൂപ്പിക്കാം. ഉള്ളി, ഉലുവ, രുചികരമായ തക്കാളിക്കറി. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡുമായി ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റ. എൻ്റെ എപ്പിസോഡ് എല്ലാവരും കാണണം.